ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ ആണ് കേട്ടോ. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ നമ്മുടെ പുതിയ സംരംഭമായിട്ടുള്ള ആയുർഫിറ്റിനെ കുറിച്ച് ഈ വീഡിയോയിൽ പറയാം. വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ആയുർഫിറ്റ് എന്നുള്ളത്. ഇതിൽ നിങ്ങൾക്കൊരു ഡോക്ടർ ഉണ്ടാവും, ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാവും, ഒരു ഫിറ്റ്നസ് ട്രെയിനർ ഉണ്ടാവും. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. പലർക്കും പല അസുഖങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ വെയിറ്റ് കൂടുന്നത്. ചിലർക്ക് തൈറോയിഡ് ഉണ്ടാവും, ചിലർക്ക് PCOD ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതിന് പരിഹാരങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഒരു ഡോക്ടർ ആയിരിക്കും. അടുത്തത്, ഈ നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഭക്ഷണം. എന്ത് കഴിക്കണം, എത്ര കലോറി ഭക്ഷണം കഴിക്കണം, അതുപോലെ എപ്പോൾ കഴിക്കണം, ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് സമയവും നിങ്ങളുടെ കൂടെ ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാവും. അടുത്തത്, വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ വർക്കൗട്ടുകൾ, എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ശരീരപ്രകൃതി അനുസരിച്ച് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെക്ടിഫൈ ചെയ്യുന്ന ഒരു ഫിറ്റ്നസ് ട്രെയിനർ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ആയുർഫിറ്റിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ ഉണ്ടാവും, ഡയറ്റീഷ്യൻ ഉണ്ടാവും, ഫിറ്റ്നസ് ട്രെയിനർ ഉണ്ടാവും. എല്ലാ ആഴ്ചകളിലും അവർ നിങ്ങളെ കൺസൾട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ വളരെ മറ്റു ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. വെയിറ്റ് ഗെയിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. ഈ 3 പേരുടെയും, ഡോക്ടറുടെയും ഡയറ്റീഷ്യൻ്റെയും ഫിറ്റ്നസ് ട്രെയിനറുടെയും കീഴിലാണ് നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനും പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഓഫറുകളൊക്കെ ഉണ്ട്. നമ്മളൊരു വാട്സപ്പ് നമ്പർ തരാം. നിങ്ങൾക്ക് ആയുർഫിറ്റ് എന്നുള്ള പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മെസ്സേജിലേക്ക് ഓഫർ എന്നുള്ള ഒരു മെസ്സേജ് അയക്കുക. നമ്മുടെ ടീം അംഗങ്ങൾ നിങ്ങളെ ബന്ധപ്പെടും. ഇപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും അല്ലേ. കുറേ പേർക്ക് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവരുണ്ടാവും. എല്ലാവർക്കും അറിയാം, വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിച്ചവർക്ക് അറിയാം, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അത്. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയാം. ഞാനൊരു 2 വർഷമായിട്ട് ഒരു 54, 55, ആ ഒരു 53 ആ ഒരു കിലോ ആണ്, വെയിറ്റ് ആണ് ഉള്ളത്. അതിൽ ഒരുപാട് കൂടിയിട്ടില്ല, ഒരുപാട് കുറഞ്ഞിട്ടുമില്ല. എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു കിലോ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. എൻ്റെ ഒരു ഹെൽത്തി BMI വെച്ച് നോക്കുമ്പോൾ ആ ഒരു റേഞ്ച് ഓക്കെയാണ്. ഞാൻ ഒന്നും കൂടി ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്, ചിലർക്ക് സംശയം ഉണ്ടാവും അല്ലേ, വെയിറ്റ് ലോസ് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്താൽ വെയിറ്റ് കുറയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊന്ന് പ്രൂവ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് ഒരാഴ്ച നല്ല കൃത്യമായിട്ടുള്ള ഡയറ്റ് ചെയ്തിട്ട് ഞാൻ എത്രത്തോളം വെയിറ്റ് കുറയുന്നുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ ഓരോ ദിവസത്തെ വീഡിയോയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂടെ ചേരാൻ, നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ നിങ്ങളും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റിൽ ഒരു ലൈക്കും കൂടി ചെയ്തോളൂ. ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാലേ നമ്മുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടുള്ളൂ. എന്നാലേ നമ്മുടെ ഈ 7 days പ്ലാന് നിങ്ങൾക്ക് അതുപോലെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ പോവുകയാണ്. 1 week പ്ലാന് ഞാൻ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് വെയിറ്റ് ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം അതാണെങ്കിൽ അത് സ്മാർട്ട് ആണോ എന്ന് നോക്കണം. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ SMART. അപ്പോൾ ഓരോന്നും നമ്മുടെ ലക്ഷ്യം സ്മാർട്ട് ആണോ എന്ന് നോക്കാം. എസ് എന്നാവുമ്പോൾ എപ്പോഴും സ്പെസിഫിക് ആയിരിക്കണം. സ്പെസിഫിക് അല്ലേ, എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു 1 month കൊണ്ട് ഒരു 5 kilo കുറയണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്നുള്ളത് സ്പെസിഫിക് ആണ്. നിങ്ങൾക്ക് പലർക്കും അത് ഇപ്പോൾ 1 മാസം കൊണ്ട് തന്നെ വെയിറ്റ് കുറയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ 2 മാസത്തിൽ 5 kilo ആണ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും നിങ്ങളുടെ ലക്ഷ്യവും സ്പെസിഫിക് ആണ്. ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്കത് കാര്യം പറയാൻ പറ്റണം എന്ന് മാത്രം. അടുത്തത് മെഷറബിൾ ആയിരിക്കണം, അളക്കാൻ പറ്റണം. എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. എത്ര കുറയ്ക്കണമെന്ന് നമുക്കൊരു ലക്ഷ്യം ഉണ്ടായാലേ നമ്മുടെ ഡയറ്റൊക്കെ അതനുസരിച്ച് നമുക്ക് ക്രമീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും മെഷറബിൾ ആയിരിക്കണം. ഞാൻ ആലോചിച്ച് നോക്കിയാൽ എൻ്റെ വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ളത് മെഷറബിൾ ആണ്. കാരണം ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മുടെ വെയിറ്റ് നോക്കും, അത് കഴിഞ്ഞ് 1 month കഴിഞ്ഞ് വെയിറ്റ് നോക്കും. അപ്പോൾ നമ്മൾ ഓരോ വീക്കിലും വെയിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെയായാലും മെഷറബിൾ ആണ്, നമുക്കത് അളക്കാൻ പറ്റും. അടുത്തത് അച്ചീവബിൾ ആയിരിക്കണം. നമുക്കറിയാം വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് കുറേ പേർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ച് കഷ്ടപ്പെട്ടാൽ പക്ഷെ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിന് മുന്നേ വെയിറ്റ് ലോസ് ജേണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിൽ പലരും കമന്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, തൈറോയിഡ് ഉണ്ട്, വെയിറ്റ് കുറയുന്നില്ല, PCOD ഉണ്ട്, വെയിറ്റ് കുറയുന്നില്ല, ഏത് എക്സസൈസ് ചെയ്യണം,
അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷെ നമുക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമ്മളൊന്ന് ശ്രമിച്ചാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അടുത്തത് റെലവെന്റ് ആയിരിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യാന്നുള്ളത് റെലവെന്റ് ആയ കാര്യമാണോ? നിങ്ങൾക്കറിയാലേ, പണ്ട് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ഒരു 10 ആളുകളെ എടുത്താൽ 2 ആൾക്കാണ് കുറച്ച് ഓവർ വെയിറ്റ് ഉണ്ടാവുക, കുറച്ച് കുടവയറൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇന്നത്തെ കാര്യം അങ്ങനെയൊന്നും അല്ല. ഒരു 10 ആളെ എടുത്താൽ അതിൽ 6 ആൾക്കും പൊണ്ണത്തടി ഉണ്ടാവും, കുടവയറുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ ഒരു 2-3 വർഷം കഴിഞ്ഞ് കാണുമ്പോൾ എങ്ങനെയായാലും അവർ തടിച്ചിട്ടുണ്ടാവും, കുറച്ച് കുടവയറൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇപ്പോൾ റെലവെന്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമിതവണ്ണം ഉള്ളവർ, തടിയുള്ളവരൊക്കെ കൂടിക്കൂടി വരികയാണ്. അതേപോലെ കുറേ പേരെ ഞാൻ ഒ പിയിൽ സ്ഥിരമായിട്ട് കാണുന്നതാ. ഇപ്പോൾ നടുവേദനയുള്ളവര്, മുട്ടുവേദനയുള്ളവര്, പിന്നെ ആംഗിൾ പെയിൻ ഉള്ളവര്, ഇവരൊക്കെ കുറേ പേര് വണ്ണം കൂടിയതുകൊണ്ട് ഇങ്ങനെ വരുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാന്, അതുപോലെ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, ഇതൊക്കെ ഇല്ലാതാക്കാനും അത് പ്രിവെന്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ഇപ്പൊ നിർബന്ധമാണ്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്മാർട്ടിലെ എസ് നോക്കി, എം നോക്കി, എ നോക്കി, ആർ നോക്കി, അടുത്ത് ടി. അതായത് ടൈം ബൗണ്ട് ആയിരിക്കണം. നമ്മൾ എന്ത് ലക്ഷ്യം വെച്ചാലും ഒരു സമയത്തിനുള്ളിൽ തീർക്കണമെന്ന് നമുക്കൊരു ധാരണയില്ലെങ്കിൽ അതങ്ങ് നീണ്ടു പോകൂലേ. ഇത് ഇന്ന് തുടങ്ങാന്ന് വിചാരിക്കും, നാളെ തുടങ്ങാന്ന് വിചാരിക്കും, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങാം, അടുത്ത മാസം തുടങ്ങാം, അല്ലെങ്കിൽ അടുത്ത വർഷം തുടങ്ങാം. അങ്ങനെയാണ് നമ്മൾ നീട്ടി വെച്ച് പോയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് 2025 ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചിലപ്പോൾ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട് വേണം, എനിക്ക് വെയിറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊന്നും ആയാൽ പോരാ, കുറച്ചും കൂടിയൊക്കെ ഹെൽത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ 2026 ആവട്ടെ എന്നൊക്കെ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനി അങ്ങനെ ഒരു സമയമൊന്നുമില്ല. നമ്മൾ ഇന്ന് തീരുമാനിക്കുകയാണ് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് മാറണം, ഒന്ന് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇന്ന സമയത്തിനുള്ളിൽ, ഇന്ന് തുടങ്ങി ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് ഇത്ര വെയിറ്റ് കുറയണം എന്നുള്ളത്. അതാണ് നമ്മളൊരു കാര്യം ടൈം ബൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ടൈം ബൗണ്ട് അല്ലേ. നമ്മൾ ഒരു മാസം കൊണ്ട് 5 കിലോ കുറയണം എന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ലക്ഷ്യം സ്മാർട്ട് ആയിരുന്നു, സ്പെസിഫിക് ആണ്, നമുക്ക് വെയിറ്റ് കുറയണം എന്നറിയാം, മെഷറബിൾ ആണ്, നമുക്ക് അളന്ന് നോക്കാൻ പറ്റും, അത് അച്ചീവബിൾ ആണ്, ബുദ്ധിമുട്ടാണെങ്കിലും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും, റെലവെന്റ് ആണ്. ഇന്നത്തെ കാലത്ത് അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് ടൈം ബൗണ്ട് ആണ്, നമുക്കൊരു സമയമുണ്ട്, അതിനുള്ളിൽ തന്നെ അത് ചെയ്യണം. അപ്പൊ നമ്മുടെ ലക്ഷ്യം സ്മാർട്ടാന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ നാളെ മുതൽ നമ്മുടെ വെയിറ്റ് ലോസ് ജേണി തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിനും ജീവിത രീതിക്കും നിങ്ങളുടെ ബോഡി ടൈപ്പിനും ഒക്കെ അനുസരിച്ചിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനും വർക്കൗട്ട് പ്ലാനും ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുള്ള വാട്സപ്പ് ആപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. അപ്പൊ ഞാൻ എൻ്റെ ബോഡി ടൈപ്പിനും എൻ്റെ വീട്ടിലെ സാഹചര്യം ഒക്കെ അനുസരിച്ചിട്ടുള്ള ഫുഡുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ അതിൽ പുതിയ റെസിപ്പികളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നാളെ മുതൽ വീഡിയോയിൽ കാണാം. നിങ്ങളുടെ കമന്റുകൾ, നിങ്ങൾ എന്തൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ കമന്റിൽ ചോദിക്കുക. ലിവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.